തലസ്ഥാന നഗരി വീണ്ടും യാഗശാലയ്ക്ക് സമാനമായ ഒരു ദിനം കൂടി കടന്നു പോവുകയാണ്. കൃത്യം 10:30 പണ്ടാരടുപ്പിൽ തീ കൊളുത്തി. തുടർന്ന് ലക്ഷങ്ങളുടെ അടുപ്പുകളിൽ അഗ്നി പകർന്നു. പഞ്ചഭൂതങ്ങളെ സാക്ഷിയാക്കി പൊങ്കാലക്കലങ്ങൾ നിറഞ്ഞു തൂകി. ഉച്ചയ്ക്ക് 2:30 പൊങ്കാല നിവേദ്യം നടത്തി. പിന്നീട് ലക്ഷക്കണക്കിന് ആളുകൾ വാഹനങ്ങളിൽ സ്വന്തം നാടുകളിലേക്ക് മടങ്ങുകയാണ്. തമ്പാനൂരിൽ നിന്ന് ജിബിൻ വിവരങ്ങളുമായുണ്ട്. ജിബിൻ, അങ്ങനെ ഒരു വർഷത്തെ കാത്തിരിപ്പായിരുന്നു. ആ പൊങ്കാല ദിനം കടന്നു പോയിരിക്കുന്നു. ലക്ഷങ്ങൾ എന്ന് തന്നെ നമുക്ക് പറയാം. അത്രത്തോളം അവരുടെ ദേവിയെ കണ്ട അനുഗ്രഹം തേടി തിരികെ മടങ്ങുകയാണ്. എങ്ങനെയാണ് തിരികെയുള്ള യാത്ര? പലതരത്തിലുള്ള സർവീസുകളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും തിരികെ ഇപ്പോൾ തമ്പാനൂരിലൊക്കെ എത്രത്തോളം തിരക്ക് ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്? ആളുകളുടെ മടക്കയാത്രയെ പറ്റിയുള്ള വിവരങ്ങൾ എങ്ങനെയാണ്? അക്ഷയ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇന്ന് അമ്മയ്ക്ക് മുന്നിൽ പൊങ്കാലയർപ്പിച്ച അമ്മയുടെ ചൈതന്യം നേടിയ ശേഷമാണ് ഈ അമ്മമാരൊക്കെ തന്നെ ഇപ്പോൾ നാടുകളിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാൻ പറ്റുന്നത് പോലെ തന്നെ ഇപ്പോഴും ഇവിടെ വലിയ രീതിയിലുള്ള തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, KSRTCയുടെ ഭാഗത്ത് നിന്ന് വളരെ വിപുലമായ രീതിയിൽ സജ്ജീകരണങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തിയിരുന്നെങ്കിൽ പോലും ഇപ്പോഴും ഈ തിരുവനന്തപുരത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് പൊങ്കാല ഇട്ടവരൊക്കെ തന്നെ ഈ കിഴക്കേക്കോട്ടയിലേക്കും അതുപോലെ തന്നെ തമ്പാനൂരിലേക്കും ഒക്കെ തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നേരത്തെ നമ്മൾ കണ്ടതാണ്, അതായത് കിഴക്കേക്കോട്ടയിൽ നിന്ന് ഈ തിരുവനന്തപുരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നതിന് വേണ്ടി നിരനിരയായി ബസ്സുകളൊക്കെ തന്നെ നിരത്തിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആർക്കും ഒത്തിരി നേരം കാത്തു നിൽക്കാനുള്ള അവസരം പോലും നൽകാതെ അവർക്ക് അവരുടെ നാടുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള യാത്രാ സൗകര്യമൊക്കെ തന്നെ ഏർപ്പെടുത്തിയിരുന്നു. ഈ സിറ്റിയിൽ ഏരിയ, അതായത് നഗരത്തിൻ്റെ ഒരു ഭാഗത്ത് പോലും യാതൊരുവിധ ഗതാഗത നിയന്ത്രണങ്ങളുമില്ലാതെ എല്ലാവർക്കും കൃത്യമായ ഇടവേളകളിൽ വീടുകളിലേക്ക് പോകാനുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും അതായത് 2:30 കൂടി പൊങ്കാല നിവേദ്യം കഴിഞ്ഞെങ്കിൽ പോലും 3 മണിക്കാണ് ഇവിടെ നിന്ന് KSRTC ബസ്സുകളൊക്കെ തന്നെ എടുത്തിരുന്നത്. KSRTCയുടെ സ്പെഷ്യൽ സർവീസ് 300-ൽ പരം സ്പെഷ്യൽ സർവീസുകൾ ഉണ്ടായിരുന്നു. അത്തരത്തിൽ സ്പെഷ്യൽ സർവീസുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോഴും ഈ സിറ്റി ഏരിയയിൽ നഗരത്തിൻ്റെ നഗരഭാഗങ്ങളിലൊക്കെ തന്നെ ഇപ്പോഴും വലിയ രീതിയിലുള്ള തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ക്ഷേത്ര പരിസരത്തൊക്കെ തന്നെ പൊങ്കാല ഇട്ടിരുന്ന അമ്മമാർക്കൊക്കെ ഇപ്പോഴാണ് ഇങ്ങോട്ടേക്ക്, അതായത് ഈ കിഴക്കേക്കോട്ടയിലേക്കും തമ്പാനൂരിലേക്കും ഒക്കെ തന്നെ എത്താൻ കഴിഞ്ഞത്. അവിടെയെല്ലാം വലിയ രീതിയിലുള്ള തിരക്കാണ് ഇപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. KSRTC ബസ്സുകൾ മാത്രമാണ് ഇപ്പോഴും നഗരത്തിൻ്റെ ഭാഗത്തു കൂടി കൂടുതലായി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്വകാര്യ വാഹനങ്ങളൊക്കെ തന്നെ തിരുവനന്തപുരം നഗരത്തിൻ്റെ പുറത്തേക്കുള്ള പ്രദേശത്താണ് ഇന്നലെ തന്നെ പാർക്ക് ചെയ്യാനൊക്കെ തന്നെ ഇവർക്ക് അനുവാദമുണ്ടായിരുന്നത്. അത്തരത്തിൽ പുറത്തേക്ക് ക്രമീകരിച്ചിരുന്ന വാഹനങ്ങളിലൊക്കെ തന്നെ ഈ അമ്മമാർ നമ്മൾ കാണുന്നത് പോലെ തന്നെ കാൽനടയായിട്ട് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഈ പൊങ്കാല നിവേദ്യത്തിന് ശേഷം അവർ ആറ്റുകാലമ്മയ്ക്ക് അർപ്പിച്ച നിവേദ്യവും അതുപോലെ തന്നെ വിവിധ ഇനം വിഭവങ്ങളുമൊക്കെയായി തങ്ങളുടെ വീട്ടിൽ കാത്തിരിക്കുന്നവർക്ക് മുന്നിലേക്കാണ് ഇനി ഈ അമ്മമാർ മടക്കം. അടുത്ത ഒരു വർഷത്തേക്കുള്ള കാത്തിരിപ്പാണ് ഈ അമ്മമാർക്ക് ഇനിയുള്ളത്. ഈ ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇനി അടുത്ത വർഷത്തെ എത്തിച്ചേരുന്ന ഈ ഒരു പുണ്യ നിമിഷത്തിൽ അമ്മയ്ക്ക് മുന്നിൽ പൊങ്കാല അർപ്പിക്കാനാണ് കാത്തിരിക്കുന്നത്. അമ്മ എവിടെ നിന്നാണ് വരുന്നത്? അമ്മ പൊങ്കാല അർപ്പിച്ചായിരുന്നു. അമ്മയ്ക്ക് എന്തെങ്കിലും പ്രത്യേകമായ പ്രാർത്ഥനകളോ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ല, ഞാൻ എല്ലാ വർഷവും തന്നെ വരുന്നു. എല്ലാ വർഷവും വന്നത് അത് തന്നെയാണ്. ഈ അമ്മമാരൊക്കെ ാണ് ഞങ്ങൾ രണ്ടും കൂടെ വെക്കാറും വരുന്നത്. നേരത്തെ ഓരോ ജീപ്പിന് നിറച്ച ആൾക്കാരുണ്ടായിരുന്നു. അമ്മയുടെ പേര് ഓമനക്കുട്ടിയമ്മ. അമ്മ ഇനി എങ്ങോട്ടേക്കാണ് പോകുന്നത്? തൊടുപുഴ സ്റ്റാൻഡിലേക്ക് പോകുന്നു. തൊടുപുഴ സ്റ്റാൻഡിലേക്ക് പോകുന്നു. ഓട്ടോ എന്നും വിടുന്നില്ലല്ലോ. എത്ര ഓട്ടോക്കാരോട് ചോദിച്ചു? തിരുവനന്തപുരം ബസ് സ്റ്റാൻഡിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾക്ക് തൊടുപുഴയ്ക്കാണ് പോകേണ്ടത്. ഞങ്ങളുടെ കൂടുതൽ ആണുങ്ങൾ ആരുമില്ല. ഞങ്ങൾ 2 പെണ്ണുങ്ങളാണ്. ഞങ്ങൾ 10-15 വർഷമായിട്ട് 10-20 വർഷമായിട്ട് തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങൾക്ക് ആറ്റുകാലമ്മയിൽ ഭയങ്കര വിശ്വാസമാണ്. എന്ത് കാര്യം ഉപദേശിച്ചാലും നമുക്ക് സാധിച്ചു തരാറുണ്ട്. അപ്പം ഞങ്ങൾ അതുകൊണ്ട് എല്ലാ വർഷവും ഈ വർഷവും വന്നു. ഈ വർഷം ഇച്ചിരി കഷ്ടപ്പാടായിരുന്നു. ഇച്ചിരി ഒരിടത്തും വെള്ളമൊന്നും കിട്ടുന്നില്ല. ഇച്ചിരി കഷ്ടപ്പാടായിരുന്നു. എന്നാലും ഞങ്ങൾ അമ്മയ്ക്ക് എല്ലാ ത്യാഗങ്ങളും പറഞ്ഞു വിട്ട് പിള്ളേരോട് പറഞ്ഞു വിട്ട് വെള്ളം എടുപ്പിച്ചുകൊണ്ട് അത് തന്നെയാണ്. പലതരത്തിലുള്ള ത്യാഗങ്ങളൊക്കെ തന്നെ സഹിച്ചുകൊണ്ടാണ് ഈ അമ്മമാരൊക്കെ തന്നെ ആറ്റുകാലെത്തി പൊങ്കാല അർപ്പിച്ച ശേഷം ഇപ്പോൾ മടങ്ങുന്നത്. പക്ഷേ ചെറിയ രീതിയിലുള്ള പരാതികൾ ഉയരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മമാർക്കൊക്കെ തന്നെ ഈ ബസ് സ്റ്റാൻഡിലേക്ക്, അതായത് സിറ്റിയുടെ വിവിധ ഭാഗങ്ങളിൽ പൊങ്കാല അർപ്പിച്ചതിന് ശേഷം അവർക്ക് കിഴക്കേക്കോട്ട സ്റ്റാൻഡിലേക്ക് എത്തുന്നതിനും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നതിനും കൃത്യമായി അവർക്ക് ഓട്ടോ പോലും കിട്ടുന്നില്ല എന്നുള്ള ഒരു പരാതി മാത്രമാണ് അമ്മമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുള്ളത്. അതായത് അവരൊക്കെ തന്നെ ഈ ഒരു തിരക്കിനിടയിലും അല്ലെങ്കിൽ ഈ ദുഷ്കരമായി ഈ ഒരു കുറേ ദിവസം മുമ്പ് തന്നെ ഏകദേശം 2 ദിവസങ്ങളൊക്കെ
2 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഇവിടെ എത്തിയ ആളുകളൊക്കെ തന്നെ ഇക്കൂട്ടത്തിലുണ്ട്. അവർക്കൊക്കെയുള്ള ഈ ചെറിയ രീതിയിലുള്ള പരാതികൾ ഉണ്ടെങ്കിൽ പോലും അവരെല്ലാം സന്തുഷ്ടരാണ്. കാര്യം അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി തന്ന അമ്മയ്ക്ക് മുന്നിൽ അവർക്ക് പൊങ്കാല അർപ്പിക്കാനുള്ള ഒരു അവസരം ലഭിച്ചു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി പൊങ്കാല അർപ്പിക്കുന്ന സംഘാടനം നടത്തുക, ഈ പൊങ്കാലയുടെ സംഘാടനം ഏറ്റെടുക്കാറുണ്ട്. അങ്ങനെയാണ് നടത്തി വരുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷത്തേക്കാൾ കണ്ടതിനേക്കാൾ കൂടുതൽ സൗകര്യത്തോടെ ഈ വർഷം. മാത്രമല്ല നമുക്കിതിങ്ങനെ പൂർണ്ണ രൂപത്തിൽ തിരിച്ചു കിട്ടുന്ന ഒരു 2ാമത്തെ വർഷം കൂടിയാണല്ലോ. പ്രളയവും കോവിഡും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഏറ്റവും പൂർണ്ണമായ രൂപത്തിലേക്ക് അത് തിരികെ കിട്ടുന്നൊരു വർഷം. അതുകൊണ്ട് തന്നെ സംഘാടനത്തിൽ ആ തരത്തിലുള്ള ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. എവിടെയെങ്കിലും എന്തെങ്കിലും പാളിച്ചകൾ പറ്റിയിട്ടുണ്ടോ? ഈ പറയും പോലെ എന്തുകൊണ്ടാണ് ഈ വെള്ളമൊക്കെ കിട്ടിയില്ല എന്ന് പറയുന്നത്? ഇപ്പം ഞാനൊക്കെ ഓഫീസിലേക്ക് വരുന്ന വഴി വരെ എല്ലായിടങ്ങളിലും വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. അത് എന്താണ് അത്തരത്തിലുള്ള പരാതികൾ ഉയരുന്നത് എവിടെ നിന്നാണ് ജിബിൻ? ഇത്തരത്തിൽ അതായത് വലിയ രീതിയിലുള്ള പരാതികൾ ഉയരുന്നില്ല. ഈ അമ്മമാർ സൂചിപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചത്, അതായത് മെയിൻ റോഡുകൾ മാത്രമല്ല തിരുവനന്തപുരം നഗരത്തിൻ്റെ ഇട റോഡുകളിലൊക്കെ തന്നെ പലരും പൊങ്കാലയിടുവാൻ വേണ്ടി കാത്തിരിപ്പുണ്ടായിരുന്നു. അത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിൽ വെള്ളം കിട്ടാതെ പോയ ചെറിയ സംഭവങ്ങളൊക്കെ തന്നെ അറിയാൻ സാധിച്ചത്. അല്ലാതെ മറ്റ് പൊതുസ്ഥലങ്ങളിലൊന്നും യാതൊരുവിധ പ്രശ്നമില്ല. കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നായിരുന്നാലും തിരുവനന്തപുരം കേരള പോലീസിൻ്റെ ഭാഗത്തു നിന്നായിരുന്നാലും കൃത്യമായിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ എല്ലാ പ്രദേശത്തും ഉണ്ടായിരുന്നു. ഈ പൊങ്കാലയ്ക്ക് ശേഷം, അതായത് 2:30 നിവേദ്യം അർപ്പിച്ചതിനു ശേഷം എല്ലാവരും ബസ്സുകളിലേക്കും മറ്റും യാത്ര തിരിച്ചതിന് ശേഷം ആ ഒരു സമയത്ത് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്ന് ഈ പൊങ്കാലയുടെ ഭാഗമായി ഇവിടെ ഉണ്ടായ മാലിന്യങ്ങളും അതുപോലെ തന്നെ ഈ കല്ലുകളൊക്കെ തന്നെ ശേഖരിക്കുന്ന നടപടികളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. നമുക്കിപ്പോൾ ഇങ്ങോട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അതായത് നേരത്തെ ഈ മണിക്കൂറുകൾക്ക് മുൻപ് മാത്രം പൊങ്കാലിട്ടിരുന്ന സമയത്ത് അതിൻ്റെ യാതൊരുവിധ അവശിഷ്ടങ്ങളും ഇല്ലാത്ത രീതിയിൽ തന്നെ പൂർണ്ണമായ രീതിയിൽ വൃത്തിയാക്കുന്ന പരിപാടികൾ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ക്ലീനിങ് തൊഴിലാളികളൊക്കെ തന്നെ ആരംഭിച്ചിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന ആദ്യഘട്ടത്തിൽ ഇവർ ഇവിടെ ഉണ്ടായിരുന്ന കല്ലുകളൊക്കെ തന്നെ റോഡിൻ്റെ വശങ്ങളിലേക്ക് മാറ്റിവെക്കുകയും അതുപോലെ തന്നെ റോഡിലുണ്ടായിരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, ഈ അമ്മമാർക്ക് മറ്റ് കുടിക്കാനായി നൽകിയ പ്ലാസ്റ്റിക് കുപ്പിയുടെ വേസ്റ്റുകൾ, അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ തന്നെ ഇവർ ഈ അമ്മമാരൊക്കെ തന്നെ ഇവിടെ നിന്ന് മാറിയതിനു ശേഷം കൃത്യം ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഇത് എല്ലാം മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ തന്നെ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതുമാത്രമല്ല ഈ വിവിധ ഏരിയയിലൊക്കെ ഓരോ സ്ഥലങ്ങളിലും ഓട്ടോ തൊഴിലാളികൾ അതുപോലെയുള്ള സന്നദ്ധ സംഘടനകൾ, റെസിഡൻഷ്യൽ ഏരിയകളൊക്കെ തന്നെ കൃത്യമായി ഇവിടെ എത്തുന്ന അമ്മമാർക്ക് ഈ ചൂടത്ത് അവർക്ക് ദാഹജലം നൽകുന്നതിനും അതുപോലെ തന്നെ ലഘുഭക്ഷണങ്ങൾ നൽകുന്നതിനുമുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ അവർ ചെയ്തിരുന്നു. പക്ഷേ ഈ വെള്ളം കിട്ടിയില്ല, അത്തരത്തിലുള്ള പരാതികളൊക്കെ തന്നെ ചെറിയ രീതിയിൽ ഉയരുന്നത് ഈ ഇട റോഡുകളിലേക്ക് പൊങ്കാലയിട്ട അമ്മമാരുടെ ഭാഗത്തു നിന്ന് മാത്രമാണ്. അല്ലാതെ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ അവർ ചെയ്തിരുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് അതിനുള്ള ഒരു ഉത്തമ ഉദാഹരണം കാണാൻ കഴിയുന്നതും ഈ റോഡുകൾ തന്നെയാണ്. കാരണം നേരത്തെ കഴിഞ്ഞ വർഷം, അതായത് പറഞ്ഞതുപോലെ തന്നെ 2018 പ്രളയവും കോവിഡിനും ഒക്കെ ശേഷം ഇത്തവണ തുടർച്ചയായിട്ടുള്ള 2ാമത്തെ വർഷമാണ് നമുക്ക് പൂർണ്ണ രീതിയിലുള്ള പൊങ്കാല അർപ്പിക്കാനുള്ള അവസരമൊക്കെ തന്നെ ലഭിച്ചത്. കഴിഞ്ഞ വർഷം കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായി തന്നെ അവർ ഇത്തരത്തിലുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അമ്മമാരൊക്കെ തന്നെ പിരിഞ്ഞു പോയതിനു ശേഷം ഏകദേശം 6 മണിയോട് കൂടി തന്നെ സിറ്റി എങ്ങനെയാണോ 2 ദിവസങ്ങൾക്ക് മുൻപ് കിടന്നിരുന്നത് അതേ രീതിയിൽ തന്നെ സിറ്റിയെ വൃത്തിയാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ തന്നെ കഴിഞ്ഞ വർഷം കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത്തരത്തിലുള്ള അതേ നടപടികൾ തന്നെയാണ് ഈ വർഷവും കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഇവിടെയൊക്കെ തന്നെ സിറ്റിയുടെ പല ഭാഗങ്ങളും നേരത്തെ കിഴക്കേക്കോട്ട പാലത്തിൻ്റെ സമീപത്തുള്ള റോഡുകളൊക്കെ തന്നെ നേരത്തെ തന്നെ കോർപ്പറേഷൻ്റെ തൊഴിലാളികളൊക്കെ തന്നെ വൃത്തിയാക്കിയിരുന്നു. അതുപോലെ തന്നെ ഇവിടെ നിന്ന് സ്റ്റാച്യുവിലേക്ക് പോകുന്ന ഭാഗങ്ങളിലാണ് ഇപ്പോൾ റോഡിൻ്റെ ഇരുവശങ്ങളിലും ക്ലീനിങ് പരിപാടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഇനി ഇവിടെ അവശേഷിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഈ വീട് ലൈഫ് പദ്ധതിയിലേക്ക് ഉൾപ്പെടുത്തി പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കല്ലുകളൊക്കെ തന്നെ മാറ്റുവാൻ വേണ്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ തന്നെ ഇവിടെ നിന്ന് വേർതിരിച്ചെടുത്തതിന് ശേഷം ഈ കല്ലുകൾ മാത്രമാണ് ഇപ്പോൾ ഈ സിറ്റിയിൽ അവശേഷിപ്പിക്കുന്നത്. അതും കോർപ്പറേഷൻ തന്നെ കഴിഞ്ഞ വർഷം ഈ പെറുക്കിക്കൂട്ടിയ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ ചേർന്ന് ജീവനക്കാർ ചേർന്ന് പെറുക്കിക്കൂട്ടിയ ആ ഇഷ്ടിക കല്ലുകൾ കൊണ്ട് ചുടുകട്ടകൾ കൊണ്ടുണ്ടാക്കിയ വീടിന്റെ ചിത്രങ്ങളൊക്കെ ഇത്തവണ പുറത്തു വരികയും അവരുടെയൊക്കെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കേൾക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ആ തരത്തിലേക്ക് കൂടിയുള്ള ഉപകാരമൊക്കെ ഇതുകൊണ്ടുണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ സ്ത്രീകൾ ഇങ്ങനെയും നമ്മൾ സ്ത്രീകളുടെ സ്വയം പര്യാപ്തത ശാക്തീകരണം എന്നൊക്കെ പറയാറുണ്ടെങ്കിൽ അതിനോടൊപ്പം ഭക്തിക്ക് അപ്പുറം കൂട്ടിച്ചേർക്കാവുന്ന ഒരു കാര്യം കൂടിയാണ്. അവരുടെ ഇഷ്ടപ്രകാരം അവർ ഇറങ്ങി വരുന്നു. വലിയ സ്വയം സുരക്ഷ ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ അമ്മയിലെല്ലാം അർപ്പിച്ചു കൊണ്ടുവരുന്ന ഒരു വരവാണ്. അങ്ങനെ അവർ തിരിച്ചു പോവുകയാണ്. എന്തായാലും ഇനിയിപ്പോൾ അടുത്ത വർഷം തിരികെ വരും.